ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ദോശയായിരുന്നു കേട്ടോ. പിന്നീട് ഇതാ ചോറ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അടുപ്പത്തിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളതെല്ലാം അടുപ്പത്താക്കിയതിന് ശേഷം ഞാനൊന്ന് മുറ്റം അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസമായി ഞാനും എബിയും മാറി മാറിയാണ് മുറ്റമൊക്കെ തൂക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എബി കുറച്ച് നേരം ഇന്നത്തെ ഒരു ദിവസം അവന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ജോലികളൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ ചെയ്തു വരുമ്പോഴത്തേക്കും അത് ഒരുപാട് ജോലി ആകാറുണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പതിയെയാണ് ജോലിയൊക്കെ ചെയ്തു വരുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എന്തോ രണ്ട് കാലും വയ്യാതായിട്ടുണ്ടായി കേട്ടോ. കാരണം വലതുവശത്തെ കാലിലിങ്ങനെ ഊന്നി നടന്ന് ഇപ്പോൾ വലതുവശത്തെ കാലിനും കൂടെ വയ്യാതായി. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ സ്കൂളിൽ പോകണ്ട, ഈ ഒരു വർഷം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. അതല്ല ഞാനിപ്പോൾ ജോലിക്ക് പോകേണ്ടി വന്നു എങ്കിൽ പോലും ചിലപ്പോൾ ഒരാഴ്ച പോലും ഞാൻ തികച്ച് സ്കൂളിലോട്ട് എനിക്ക് പോകാനും പറ്റിയെന്ന് വരത്തില്ല. എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് എൻ്റെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ സ്കൂളിൽ പോകാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ യാത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് യാത്ര ചെയ്യാനും എല്ലായിടത്തും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഭയങ്കര കാലുവേദനയും കാര്യങ്ങളും, അങ്ങനെ ഞാൻ എണ്ണയൊക്കെ ഇട്ടും ചൂടുവെള്ളമൊക്കെ പിടിച്ചാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത് കേട്ടോ. പക്ഷേ സ്ഥിരമായിട്ട് നമുക്കിങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്തായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാനതൊന്നും വകവയ്ക്കാതെ പോകാമെന്നൊക്കെ വിചാരിച്ചാലും സത്യം പറഞ്ഞാൽ നടക്കാറില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. എബി വളർത്തുന്ന മീനുകളാണ് കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പാത്രത്തിലോട്ടാക്കും, ഇതേപോലുള്ള കുപ്പികളിലാക്കും. പിന്നെ ഫ്രണ്ടിൽ തന്നെ പഴയ ഫ്രിഡ്ജുണ്ട്, അതിലോട്ടാക്കും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ ജോലികൾ. അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. അത് ഇവൻ മാത്രമല്ല, എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ അതാ ചിക്കൻ കറിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ അടുത്ത ഉച്ചത്തേക്കുള്ള എല്ലാ ജോലി ആക്കിയിട്ടുണ്ടായിരുന്നു. രസവും മീൻകറിയും തോരനും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അടുക്കളയെല്ലാം ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറിയുടെ കൂടെ മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നെത്തോലി മീൻ കറിയേക്കാളും നെത്തോലി മീൻ പൊരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. കറിയാണെങ്കിൽ വലിയ താല്പര്യം എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്കുവിനെ ആദ്യം വിളിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എബിയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും വന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഫാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കവർ എടുത്ത് വെച്ച് കളിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെ നോക്കണം, ആര് വിളിക്കുന്നത് നോക്കണം, അവരിൽ ആര് കളിക്കുന്നതാണ് നോക്കണം. അങ്ങനെ ഒരു കൺഫ്യൂഷനാണല്ലേ നമുക്കെല്ലാവർക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും. മിലുവിനെ വിളിക്കണോ മിക്കുവിനെ വിളിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. മിക്കു അഥവാ ഞാനോ എബിയോ മിക്കുവിനെ വിളിക്കാതെ മിലുവിനെയാണ് വിളിക്കണമെങ്കിൽ ഓടി വരും. മിലു കണ്ടോ ഇപ്പോൾ ഫോണൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിക്കാനും അവളുടെ കൈ കൊടുക്കാനുമുള്ള ഒരു കളിയിലുണ്ട്. മിക്കു ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. എബി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിക്കുന്നതുകൊണ്ട് ഓടി വരുന്നതാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഓടിക്കളയും. അതാണ് അവൻ്റെ പതിവായിട്ട് അവൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയും എബി ചേട്ടൻ പോയി എന്ന് പറയുമ്പോൾ ഓടി വരും. പിന്നെ എബിയെ കാണുകയാണെങ്കിൽ അവനെ കാണിക്കാൻ വേണ്ടി കുറേ ചാട്ടവും ബഹളവും ഒക്കെ വെക്കും. അങ്ങനെ പിന്നെയും തിരിച്ചിറങ്ങി ഓടും. അങ്ങനെ അവൻ്റെ കളികളൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അവൻ്റെ കയ്യിൽ കൊടുക്കണം നമ്മൾ വിളിക്കുന്ന ഫോൺ. എന്തെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ ആ കട്ട് ചെയ്യുന്ന ആ ഒരു റെഡ് ഇത് കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ എപ്പോൾ ഫോൺ കൊടുത്താലും അവൻ ചില സമയത്ത് അത് പിടിച്ച് കട്ടാക്കി കളയും. അവൻ തന്നെ പറയും കട്ടി എന്ന് പറയും കേട്ടോ. കട്ട് ചെയ്യണത് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നതാണ്. അങ്ങനെ കുറേ നേരം വരെ അവനെയും ഫോൺ വിളിച്ചിരുന്നതിന് ശേഷം പിന്നെ തുണി അലക്കിടാമെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് ഇപ്പോൾ ഇതുപോലെ വെയിലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തുണി എന്തായാലും അലക്കിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴും ടെറസിൻ്റെ ആ കൈവരിയിലാണ് നമ്മൾ എപ്പോഴും ഡ്രസ്സൊക്കെ ഇടുന്നത്. ചില സമയത്ത് അതിൻ്റെ പുറത്ത് കാക്കയൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു അശ കിട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടന്. എന്നാലും ഈ തുണി പൊട്ടി ഇങ്ങനെ തറയിൽ വീഴുമെന്നുള്ളൊരു പേടിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്തായാലും കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഹോട്ട് മിൽക്ക് കേക്കാണ് കേട്ടോ. അത് ഉണ്ടാക്കാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ചോറ് കഴിച്ച് തീർന്നപ്പോഴത്തേക്കും കേക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേക്ക് ഞാനിങ്ങനെ പൊക്കിയെടുത്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മാർബിൾ കേക്കിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല, എന്നാൽ പോലും ഇതും കൊള്ളായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പാലിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഹോട്ട് മിൽക്ക് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലത് ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ ഇത് നമുക്ക് മിസ്സിന് അയച്ചു കൊടുക്കണം. നമ്മുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിനകത്തൊക്കെ അയച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തത്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തപ്പോഴത്തേക്ക് അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇത് എനിക്കെന്തെന്നില്ലാത്ത സന്തോഷമാണ്. നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാ കേക്കും ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ഇനി എപ്പോഴെങ്കിലും വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തലേ ദിവസം എടുത്ത് വെച്ച ചേട്ടന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച മൺവട്ടിയൊക്കെയാണ് കേട്ടോ. അത് തിരിച്ചു കൊണ്ട് കൊടുത്തു കേട്ടോ. വാടകയ്ക്കാണ് എടുത്തത്, അത് തിരിച്ചു കൊണ്ട് കൊടുത്തു. പിന്നെ ബീനയുടെ കടയിലോട്ട് വന്നു, അവിടെ നിന്ന് സാധനം വാങ്ങിച്ചു. പാലും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുട്ട പപ്സും ഒക്കെ ഉള്ളതാണ്, ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു, ചോറ് തിളപ്പിച്ച് വെച്ചു. ഇത് ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് മാഗിയും മുട്ടയും കഴിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഫുഡെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ ഫുഡ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. അത് ചക്കയോടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചക്ക മാറ്റിയതിന് ശേഷം കുരു ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കേട്ടോ. എന്തെങ്കിലും ആവശ്യം ചക്കക്കുരു മാങ്ങയൊക്കെ കിട്ടുമ്പോഴത്തേക്കും കറി വയ്ക്കാമെന്നോ കൊഞ്ചൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കറി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ചീര വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തോരനൊക്കെ ഇട്ട് വയ്ക്കാം. അങ്ങനെ എടുത്ത് മാറ്റിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് ബാങ്കിലോട്ട് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ വരെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ചേട്ടന് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ ഇത് ഉച്ചയ്ക്ക് ശേഷം ചേട്ടന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് ഞാനും ചേട്ടനും എബിയും കൂടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുന്ന ആളാണ് ചേട്ടനെ കൂടെ ഇന്ന് കൊണ്ടുപോയത്. കാരണം എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ വണ്ടി തന്നിട്ട് പോയത്. അപ്പോൾ ഞാൻ എബിയും കൊണ്ട് ട്യൂഷൻ ആക്കിയതിന് ശേഷം നേരെ ബാങ്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പാസ് ബുക്കൊക്കെ ഉണ്ട്, അതൊന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാനാണ് മെയിനായിട്ടും വന്നത് തന്നെ. അപ്പോൾ നമ്പർ 91 കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയ സമയത്ത് 86 അങ്ങാണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബുക്കും എല്ലാം വാങ്ങിച്ചിട്ട് നേരെ ബുക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബുക്ക് പതിപ്പിക്കാനും ATM-ഉം CDM ഒക്കെ ഉണ്ട്. അവിടെ പോയി ഇതെല്ലാം എടുത്തതിന് ശേഷം നേരെ വെങ്ങാനൂർ വന്നു കേട്ടോ. വെങ്ങാനൂർ വന്നിട്ട് ഞാൻ എന്താണോ അതിന് മറന്നു പോയിട്ട് ഇത് വാനിലയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെങ്ങാനൂർ കയറിയതാണ്. പിന്നെ ഞാൻ കുറച്ച് സീഡ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഫ്ലവറിൻ്റെയും പംകിൻ്റെയും ഫ്ലക്സ് സീഡും ചിയ സീഡും ഒക്കെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി റേറ്റൊക്കെ നോക്കി വെച്ചിട്ട് ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പോകുമ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തോ അത്യാവശ്യം വാങ്ങിക്കാനാണ് പോയത്. നമ്മൾ കേക്കിൻ്റെ ആ ബേസ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കാനാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടും തന്നെ അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നേരെ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പപ്സും കട്ട്ലറ്റും 3 പപ്സും 3 കട്ട്ലറ്റും ഒക്കെ കട്ട്ലറ്റ് ബട്ടർ ബന്ന് കുറേ നാളെ ബട്ടർ ബന്ന് കഴിച്ചിട്ട്. അപ്പോൾ 3 പപ്സും പപ്സല്ല 3 കട്ട്ലറ്റും 3 ബട്ടർ ബന്നും വാങ്ങിച്ചു. പിന്നെ പാലും ബീനയുടെ വീട്ടിൽ പോയി പാലെടുത്തിട്ടുണ്ടായിരുന്നു. അവരാരും അന്ന് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം പിന്നെ കടയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തു. വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നെയും ഞാനും എബിയുമായിട്ട് നമ്മുടെ കുടുംബശ്രീയുടെ തന്നെ CDSൻ്റെ വീട് വരെ പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രാമസഭയുടെയും ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതും കൊടുത്തതിന് ശേഷം നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് തന്നെ ചായ ഇട്ട് കുടിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. ചായ ഇട്ട് കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറേ വിശേഷങ്ങളും ഞാൻ വണ്ടി ഓടിച്ചതിൻ്റെ കാര്യവും ഞാൻ എങ്ങനെയാണ് സ്പീഡിന് വന്നോ പതുക്കെ വന്നോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് ഞാൻ എന്ന് വണ്ടി എടുത്താലും ചേട്ടൻ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ നേരം വരെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ചേട്ടൻ ജോലിക്ക് പോയ കാര്യങ്ങളും അല്ലാതെ പൊതുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ നമ്മളങ്ങ് സംസാരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗും ഒരു കുഞ്ഞു ഡേയും പോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.